സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ചീസ് ബോൾസ് ആണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ തൊലി കളഞ്ഞ് നല്ലതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ചെറിയൊരു കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടറ്റോയിൽ ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ മാഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഓർഗാനോയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചീസിന്റെ 2 സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചീസിലുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ ഫില്ലിങ്ങിൽ വെക്കുന്ന ചീസിനും ഉപ്പ് കൂടുതലായിരിക്കും, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിന്റെ കോട്ടിങ്ങിനായിട്ട് മൈദയും കോൺഫ്ലവറും കൂടെ ഒന്ന് കലക്കിയെടുക്കണം. ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയാകുകയും ചെയ്യരുത്. ഇനി പൊട്ടറ്റോ ചെറിയ ചെറിയ ബോൾസുകളായിട്ട് നമുക്കൊന്ന് ഒട്ടിയെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് ബ്രെഡിന്റെ ക്രംസിലോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ടില്ല. എനിക്കിത് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇവിടെ എല്ലാം ഞാൻ ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ചീസ് വെച്ച് ഒന്ന് ഫില്ല് ചെയ്യണം. അതിനായിട്ട് ഓരോ ബോളുകളും ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു കഷ്ണം ചീസ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. ചീസ് ഫുള്ളായിട്ട് ആ പൊട്ടറ്റോയിലൊന്ന് കവർ ചെയ്തിരിക്കണം. വീണ്ടും കൈവച്ചൊന്ന് ഉരുട്ടി നല്ലൊരു ബോളാക്കി എടുക്കുക. ഇനി കലക്കി വെച്ച് മാവിലോട്ടൊന്നിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്രഷായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്ത ബ്രെഡാണിത്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇങ്ങനെ ബാക്കിയുള്ള പൊട്ടറ്റോ ബോൾസും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രെഡ് ക്രംസ് വെച്ചൊന്ന് കോട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഇത് ഫ്രീസറിൽ വെച്ചാൽ മതി. ഞാനിവിടെ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രീസറിലോട്ടൊന്ന് വെക്കാം. ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകത്തില്ല. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാനിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. പൊട്ടറ്റോ ബോൾസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം എണ്ണയൊഴിച്ച് കൊടുക്കാനായിട്ട്. ഒരുപാടെണ്ണ ഒരുമിച്ചിട്ട് വറുത്തെടുക്കരുത്. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വറുത്തെടുക്കേണ്ടുന്നത്. ഒത്തിരി സമയം എണ്ണയിലിട്ടിരുന്നാൽ ചീസ് മെൽറ്റായിട്ട് അത് പുറത്തേക്ക് വരും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ ഇപ്പോൾ വറുത്ത് കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇത്. ഫ്രൈ ചെയ്ത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ കുട്ടികളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. Thank you.